എക്സൽ, വേർഡ്, പവർ പോയിന്റ് പോലെയുള്ള മൈക്രോസോഫ്റ്റ് ഓഫീസ് ആപ്ലിക്കേഷൻസിലും വിൻഡോസിൻ്റെ നോട്ട് പാഡിലുമൊക്കെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. മലയാളം ലാംഗ്വേജ് പാക്ക് വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. ശേഷം വിൻഡോസിൻ്റെ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലാംഗ്വേജ് എന്ന് ടൈപ്പ് ചെയ്യുക. ലാംഗ്വേജ് സെറ്റിംഗ്സ്, ആഡ് എ ലാംഗ്വേജ്. ഈ സെർച്ച് ബാറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടുന്ന ലാംഗ്വേജിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. നമുക്ക് മലയാളമാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. മലയാളം സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ്. ഇൻസ്റ്റാൾ ലാംഗ്വേജ് പാക്ക് എന്ന ചെക്ക് ബോക്സ് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ശേഷം ഇൻസ്റ്റാൾ. ഡൗൺലോഡിംഗ്. നോക്കുക, മലയാളം ലാംഗ്വേജ് പാക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടു. മലയാളം സെലക്ട് ചെയ്യുന്നു. ഓപ്ഷൻസ്, ആഡ് എ കീബോർഡ്, മലയാളം ഫോണറ്റിക്. ഇനി ഈ വിൻഡോ ക്ലോസ് ചെയ്യുന്നു. ഇനി വിൻഡോസ് ടാസ്ക് ബാറിൻ്റെ റൈറ്റ് സൈഡിലുള്ള ENG എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വിൻഡോസ് കീബോർഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണത്. ഇവിടെ നിന്ന് മലയാളം ഫോണറ്റിക് സെലക്ട് ചെയ്യുന്നു. ഇനി എക്സലിൽ വരുന്നു. ഇവിടെ ഞാൻ എൻ്റെ പേര് ടൈപ്പ് ചെയ്യാണ്. നോക്കുക, ഓപ്ഷൻസിൽ അജയ് എന്ന മലയാളത്തിൽ വന്നാൽ കാണാം. ആനന്ദ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേർഡിലും പവർ പോയിന്റിലും നോട്ട് പാഡിലുമൊക്കെ ഈ രീതിയിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇനി മലയാളം കീബോർഡ് ചേഞ്ച് ചെയ്ത് ഇംഗ്ലീഷ് കീബോർഡ് ആക്കണമെങ്കിൽ ടാസ്ക് ബാറിൽ കീബോർഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. ഇനി വളരെ പെട്ടെന്ന് കീബോർഡ് ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഷോർട്ട് കട്ടോടെ പറയാം. വിൻഡോസ് ലോഗോ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് സ്പേസ് ബാറിൽ പ്രസ് ചെയ്യാം. ഇങ്ങനെ സ്പേസ് ബാറിൽ പ്രസ് ചെയ്തുകൊണ്ട് കീബോർഡ് ചൂസ് ചെയ്യാവുന്നതാണ്. വീണ്ടും മലയാളം ചൂസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വിൻഡോസ് 10 മലയാളം ലാംഗ്വേജ് പാക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. വിൻഡോസ് 10 മാത്രമല്ല, വിൻഡോസ് 11 ഇതേ ടെക്നിക്ക് വർക്ക് ചെയ്യും. മറ്റൊരു ഓഫീസ് ടിപ്പായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.